ഈ നഖത്തിലിട്ടിരിക്കുന്ന മൈലാഞ്ചിയുടെ പേര് ശർക്കര മൈലാഞ്ചി. പക്ഷേ ഉണ്ടാക്കുന്നത് പഞ്ചസാരയും ചായപ്പൊടിയും വെച്ചിട്ട്. പെരുന്നാളായിട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു മൈലാഞ്ചിയുടെ റെസിപ്പി. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ ചായപ്പൊടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ, നമ്മുടെ പാൽപ്പൊടിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പാത്രമില്ലേ, അങ്ങനത്തെ പാത്രം അല്ലെങ്കിൽ മൺചട്ടിയോ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ചുറ്റോടുണ്ടല്ലോ നമ്മളുടെ ഈ ഒരു പഞ്ചസാരയും ചായപ്പൊടിയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടൈലിൻ്റെ പീസായിട്ട് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലെ വല്ല ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ വല്ല കുഞ്ഞു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കുക. ഇനി ഉണ്ടല്ലോ, ഒരു കുഴിയുള്ളൊരു ചട്ടി വെച്ചിട്ടാട്ടെ ഇത് മൂടി കൊടുക്കണത്. എന്നിട്ട് ഈ കുഴിയിൽ നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആദ്യത്തെ ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റ് വരെ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ നല്ല പുകയൊക്കെ വരാൻ തുടങ്ങും. ആ സമയത്ത് നേരെ ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഒരു 35-45 മിനിറ്റ് വരെ അങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രം ഈ മുകളിലത്തെ ഈ ചട്ടി എടുത്ത് മാറ്റിയാൽ മതിയിട്ടാ. അപ്പം നമ്മൾ ആ താഴത്ത് വെച്ചിരിക്കുന്ന ആ ചെറിയ ഗ്ലാസ്സിൽ അതിൽ നല്ല വെള്ളം വന്നിട്ടുണ്ടാവും. ആ വെള്ളത്തിലോട്ട് പിന്നെ നമുക്ക് കുറേശ്ശെ മൈദപ്പൊടി അത് ചേർത്തിട്ട് നന്നായിട്ടാണ് കലക്കിയെടുക്കുക. ഇത് ശരിക്കും ഉണ്ടല്ലോ രാത്രി മൈലാഞ്ചി ആട്ടാ. അതായത് രാത്രി വേണം ഈ മൈലാഞ്ചി നമ്മളെ നഖത്തിൽ ഇടാനായിട്ട്. എൻ്റെ രാവിലെ ഒളിച്ച് കളഞ്ഞാൽ മതി. ഞാനൊരു 2 രാത്രി ആട്ടോ നമ്മുടെ മൈലാഞ്ചി ഇട്ടിരിക്കുന്നത്. ഇത്രയും നാളും മൈലാഞ്ചി ഉണ്ടാക്കിയിട്ടേ എനിക്ക് ആ ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടാ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി വെള്ളം വന്നില്ല എന്ന് പറഞ്ഞാൽ ചീത്തൊന്നും വിളിക്കരുതിട്ടാ. ഒരു 2-3 പ്രാവശ്യമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി പഠിക്കുമ്പോൾ വെള്ളമൊക്കെ താനേ വന്നോളൂന്നേ.